നിക്ക് പോവല്ലേ, നിങ്ങൾ പോയില്ലല്ലോ. നമ്മൾ എത്തനടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോളിങ് അവിടെ നിൽക്കൂട്ടാ, പിന്നെ നമ്മൾ പോകില്ല. അപ്പൊ ഈ നമ്മളെ കയ്യിൽ നിന്ന് ടെറേറിയം കിറ്റ് പർച്ചേസ് ചെയ്തിട്ട് ടെറേറിയം ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പി ആട്ടോ. 100% എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആണ് തന്നത്. നമ്മൾ അവർക്ക് നല്ല സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്കും സ്വന്തമായിട്ട് ടെറേറിയം ചെയ്യാൻ താല്പര്യം ജസ്റ്റ് കിറ്റ് എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി, ബാക്കി നമ്മൾ നോക്കിക്കോളാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ പറയുക, ഈ ക്ലേ വോൾ വെച്ചിട്ട് ഒരു ടെറേറിയം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ മുമ്പ് ഒരു ക്ലേ വോൾ ടെറർ ഉണ്ടാക്കി, അപ്പൊ ഈ ക്ലേ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോട്ടില് ഒരു ക്ലേ വോൾ, ബാക്കിൽ ഒരു ക്ലേ വോൾ സെറ്റ് ചെയ്യാൻ പോട്ടെ. ഒരു 35 സെന്റിമീറ്റർ ഹൈറ്റും ഒരു 10 സെന്റിമീറ്റർ ഒക്കെ വീതിയൊക്കെ ഉള്ള ഒരു പോട്ടാണിത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചൈനീസ് ക്ലേയും നമ്മളെ നോർമൽ പോട്ടിംഗ് മിക്സും കൂടി മിക്സ് ചെയ്യാൻ പോകട്ടെ. നമ്മൾ ആവശ്യത്തിന് ചൈനീസ് ക്ലേയും ആവശ്യത്തിന് പോട്ടിംഗ് മിക്സും ചേർത്ത് മിക്സ് ചെയ്ത് സ്ട്രോങ് ആക്കി വെക്കണം കേട്ടോ. പോട്ട് ഇങ്ങനെ കിടത്തി വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് വേണ്ട സ്ഥലത്ത് മാത്രം ക്ലേ എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സബ്സ്ട്രേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് 1 by 1 ആയിട്ട് ഞാനിങ്ങനെ വെച്ച് കാണിക്കുകയാണ്. നമ്മളെ കിറ്റിലും ഇതുപോലെയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ കിറ്റ് വേണ്ടവർക്ക് ജസ്റ്റ് കിറ്റ് എന്നൊരു മെസ്സേജ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങൾ ഓരോന്നോരോന്ന് ആഡ് ചെയ്യുന്നതിൻ്റെ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ മോസും കൂടി വളരെ വൃത്തിയായിട്ട് നല്ല അതിൻ്റേതായ രീതിയിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. മോസ് അതുപോലെ വെച്ച് കൊടുത്ത് വോളിലും സെറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രിഫ്റ്റ് വുഡൊക്കെ വെച്ച് പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടെറേറിയം വേറെ ലെവലാവട്ടോ. അപ്പോൾ നമ്മൾ ഫൈക്കസ് പ്യൂമില വെരിഗേറ്റ ഉണ്ട്, ഫൈക്കസ് പ്യൂമില മിനിമം ഉണ്ട്, അതുപോലെ ഫിറ്റോണിയ ഹൈഡ്രോകോട്ടൽ ട്രിപ്പാറ്റൈറ്റ, ഇതെല്ലാം വെച്ച് നമ്മളെ ടെറേറിയം വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഇതെല്ലാം സെറ്റായി നല്ല അടിപൊളി ടെററായിട്ട് മാറുമ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.